ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സിയാച്ചിനിൽ സൈനികരുമായി ആശയവിനിമയം നടത്തും. ചെസ് ഒളിമ്പ്യാഡിൽ മികച്ച വിജയം കാഴ്ചവെച്ച ഇന്ത്യൻ സംഘവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ സംവദിച്ചു. സമുദ്ര ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര കരാറിൽ ഐക്യരാഷ്ട്ര പൊതുസഭയിൽ ഇന്ത്യ ഒപ്പുവച്ചു. കേരള ട്രാവൽ മാർട്ടിന്റെ 12ാം പതിപ്പ് ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ യുവാക്കൾക്കിടയിൽ തൊഴിലില്ലായ്മ നിരക്ക് കൂടുതലെന്ന് കേന്ദ്ര സ്ഥിതിവിവര കണക്ക് മന്ത്രാലയം. മഹാരാഷ്ട്രയിൽ കനത്ത മഴയിൽ വൻ നാശനഷ്ടം. മുംബൈയിൽ ചുവപ്പ് ജാഗ്രത. വാർത്തകൾ വിശദമായി. കരസേനയുടെ സിയാച്ചിൻ ബേസ് ക്യാമ്പ് സന്ദർശനത്തിന്റെ ഭാഗമായി ലഡാക്കിൽ എത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെ ലഡാക്ക് ലഫ്റ്റനന്റ് ഗവർണർ ബി ഡി മിശ്ര ത്വയ്സി വ്യോമതാവളത്തിൽ സ്വീകരിച്ചു. സന്ദർശനവേളയിൽ സിയാച്ചിനിൽ നിയോഗിച്ചിട്ടുള്ള സൈനികരുമായി അവർ ആശയവിനിമയം നടത്തും. സിയാച്ചിൻ സന്ദർശിക്കുന്ന രാജ്യത്തെ 3ാമത്തെ രാഷ്ട്രപതിയാണ് ശ്രീമതി മുർമു. ശ്രീ APJ അബ്ദുൽ കലാമും ശ്രീ രാംനാഥ് കോവിന്ദുമാണ് ഇതിനു മുൻപ് സിയാച്ചിൻ ബേസ് ക്യാമ്പ് സന്ദർശിച്ചിട്ടുള്ള രാഷ്ട്രപതിമാർ. 45ാമത് ചെസ് ഒളിമ്പ്യാഡിൽ മിന്നുന്ന വിജയം കാഴ്ചവെച്ച ഇന്ത്യൻ സംഘവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശയവിനിമയം നടത്തി. ന്യൂഡൽഹിയിലായിരുന്നു കൂടിക്കാഴ്ച. ചെസ് ഒളിമ്പ്യാഡിലെ അനുഭവങ്ങൾ താരങ്ങൾ പ്രധാനമന്ത്രിയുമായി പങ്കുവച്ചു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഉസ്ബെക്കിസ്ഥാൻ സന്ദർശനം തുടരുന്നു. AIIB ഗവർണർമാരുടെ 9ാമത് ബോർഡ് യോഗത്തോടനുബന്ധിച്ച് ഇന്നലെ ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷവ്കത്ത് മിർസിയോയേവുമായി നിർമ്മല സീതാരാമൻ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം തുടങ്ങിയ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച് ഉപപ്രധാനമന്ത്രിയുമായി ഫലപ്രദമായ ചർച്ചകൾ നടത്തിയതായി ശ്രീമതി സീതാരാമൻ ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റിനെ അറിയിച്ചു. സുസ്ഥിര വികസനത്തിനായി ഉസ്ബെക്കിസ്ഥാൻ നടത്തുന്ന പ്രവർത്തനങ്ങളെ ഇന്ത്യ അഭിനന്ദിച്ചു. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള എല്ലാ പിന്തുണയും നൽകുമെന്ന് പ്രസിഡന്റ് ഷവ്കത്ത് മിർസിയോയേവ് അറിയിച്ചു. സമുദ്ര ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര കരാറിൽ ഐക്യരാഷ്ട്ര പൊതുസഭയിൽ ഇന്ത്യ ഒപ്പുവച്ചു. ബയോഡൈവേഴ്സിറ്റി ബിയോണ്ട് നാഷണൽ ജൂറിസ്ഡിക്ഷൻ എഗ്രിമെന്റ് എന്നറിയപ്പെടുന്ന ഈ കരാർ വിദേശകാര്യമന്ത്രി S. ജയശങ്കറാണ് ഒപ്പുവച്ചത്. സമുദ്രജീവികളെ സംരക്ഷിക്കുകയും സുസ്ഥിരമായ മാർഗ്ഗങ്ങളിലൂടെ അവയെ ഉപയോഗപ്പെടുത്തുകയുമാണ് കരാറിന്റെ ലക്ഷ്യം. 20 വർഷത്തെ കരാറിന് കഴിഞ്ഞ വർഷമാണ് അംഗീകാരം ലഭിച്ചത്. വിനാശകരമായ മത്സ്യബന്ധനവും മലിനീകരണവും നിരോധിക്കുന്നതിന് കരാറിൽ വ്യവസ്ഥയുണ്ട്. സമുദ്ര വിഭവങ്ങളുടെ മേൽ രാജ്യങ്ങൾക്ക് പരമാധികാരം അവകാശപ്പെടാൻ കഴിയില്ല. മാത്രമല്ല, ആ വിഭവങ്ങളിൽ നിന്നുള്ള വരുമാനം തുല്യമായി പങ്കിടുന്നത് കരാർ ഉറപ്പാക്കുകയും ചെയ്യുന്നു. ജൂലൈയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭായോഗം കരാറിൽ ഒപ്പുവയ്ക്കാൻ അനുമതി നൽകുകയായിരുന്നു. ജമ്മു കശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടം സമാധാനപരമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. It's a real history. It's for the world to see that how the elections can take place in peaceful, fair, absolutely inducement-free manner. ഒടുവിലത്തെ കണക്കനുസരിച്ച് 54.11% പോളിംഗ് രേഖപ്പെടുത്തി. 26 നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് പൂർത്തിയായത്. ജമ്മു കശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാമത്തെയും അവസാനത്തെയും ഘട്ട പ്രചാരണത്തിനായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ജമ്മുവിൽ എത്തും. ജമ്മുവിലെ കത്വ, ഉധംപൂർ ജില്ലകളിലെ 4 റാലികളെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. പാർട്ടിയുടെ പ്രചാരണത്തിന് ഊർജ്ജം പകരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ജമ്മുവിലെത്തും. ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി ഇന്നലെ ജമ്മുവിൽ ജനങ്ങളുമായി സംവദിക്കുകയും പാർട്ടിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. PPD അധ്യക്ഷയും ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രിയുമായ മെഹബൂബ മുഫ്തിയും ഇന്നലെ ജമ്മുവിലെത്തി തങ്ങളുടെ പാർട്ടി സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കാൻ റോഡ് ഷോ നടത്തി. അടുത്ത മാസം 1 നടക്കുന്ന അവസാനഘട്ട തെരഞ്ഞെടുപ്പ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നിർണായകമാണ്. കേരള ട്രാവൽ മാർട്ടിന്റെ 12ാം പതിപ്പ് ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യും. ഉത്തരവാദിത്ത ടൂറിസം, മീറ്റിംഗ്, ഇൻസെന്റീവ്സ്, കോൺഫറൻസ് ആൻഡ് എക്സിബിഷൻസ് അഥവാ MICE, വിനോദസഞ്ചാരം, വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ, ക്രൂസ് ടൂറിസം തുടങ്ങിയ മേഖലകളിലാണ് ഇത്തവണ ട്രാവൽ മാർട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ചടങ്ങിൽ മന്ത്രിമാരായ മുഹമ്മദ് റിയാസ്, KN ബാലഗോപാൽ തുടങ്ങിയവർ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന X ഹാൻഡിലും സന്ദർശിക്കാം. രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്കിൽ ഗണ്യമായ കുറവെന്ന് കേന്ദ്ര സ്ഥിതിവിവര കണക്ക് മന്ത്രാലയം. കേരളത്തിൽ യുവാക്കൾക്കിടയിൽ തൊഴിലില്ലായ്മ നിരക്ക് കൂടുതലെന്ന് കേന്ദ്ര സ്ഥിതിവിവര കണക്ക് മന്ത്രാലയം.
വാർഷിക തൊഴിൽ കണക്കെടുപ്പ് പ്രകാരം 15 മുതൽ 29 വയസ്സുവരെയുള്ളവരിൽ കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് 29.9%. വനിതകൾക്കിടയിൽ 47.1%, പുരുഷന്മാർക്കിടയിൽ 19.3%മാണ് തൊഴിലില്ലായ്മ നിരക്ക്. ന്യൂയോർക്കിൽ നടന്ന G20 വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ ഇന്നലെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുത്തു. ബ്രസീൽ പ്രസിഡന്റ് ലുല ഡാ സിൽവയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ഐക്യരാഷ്ട്രസഭയുടെയും അതിന്റെ അനുബന്ധ സ്ഥാപനങ്ങളുടെയും നവീകരണം, ബഹുമുഖ വ്യാപാര വ്യവസ്ഥയുടെ പരിഷ്കരണം എന്നിവയുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ വീക്ഷണങ്ങൾ ശ്രീ ജയശങ്കർ യോഗത്തിൽ അവതരിപ്പിച്ചു. മഹാരാഷ്ട്രയിൽ അടുത്ത 2 ദിവസം കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മുംബൈയിലും സമീപ പ്രദേശങ്ങളിലും ഇന്നലെ പെയ്ത കനത്ത മഴയിലും വൻ നാശനഷ്ടം ഉണ്ടായി. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. നിരവധി വിമാനങ്ങൾ വഴിതിരിച്ചു വിടുകയും ട്രെയിനുകൾ റദ്ദാക്കുകയും ചെയ്തു. മുംബൈ ഉൾപ്പെടെ പല ജില്ലകളിലും ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ എറണാകുളം യൂണിറ്റ് പാമ്പാക്കുടയിൽ സംയോജിത ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൽദോസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പോഷൻ മാസാചരണ പരിപാടികളുടെ ഭാഗമായി പ്രത്യേക പ്രദർശന സ്റ്റോളുകളും പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു. സ്വച്ഛതാ ഹി സേവ 2024ന്റെ ഭാഗമായി തിരുവനന്തപുരം SCTയിൽ PIBയും CBCയും സംയുക്തമായി ശുചീകരണ പ്രവർത്തനത്തിന് തുടക്കമിട്ടു. PIB ADG പളനിസ്വാമി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വീടും പരിസരവും പൊതുസ്ഥലവും വൃത്തിയായി സൂക്ഷിക്കാനുള്ള ബോധവൽക്കരണം സമൂഹത്തിൽ നടത്തുന്നതിന് ജീവനക്കാർ മുന്നോട്ട് വരണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ലെബനനിലേക്ക് ഉള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ പൌരന്മാരോട് ബെയ്റൂട്ടിലെ ഇന്ത്യൻ എംബസി ആവശ്യപ്പെട്ടു. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പശ്ചിമേഷ്യൻ രാജ്യത്തേക്ക് യാത്ര ചെയ്യരുതെന്ന് എംബസി മുന്നറിയിപ്പ് നൽകി. ലെബനനിലുള്ള ഇന്ത്യക്കാരും ലെബനൻ വിടാൻ തയ്യാറെടുക്കുകയാണ്. ഏതെങ്കിലും കാരണത്താൽ അവിടെ തുടരുന്നവർ അതീവ ജാഗ്രത പാലിക്കാനും സഞ്ചാരം നിയന്ത്രിക്കാനും ഇന്ത്യൻ എംബസി നിർദ്ദേശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ രാജ്യത്തെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 29-ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 114ാം പതിപ്പാണ് ഇത്. പരിപാടിയിലേക്ക് ജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന നമ്പരിലോ MyGov ഓപ്പൺ ഫോറത്തിലോ മറ്റന്നാൾ വരെ അറിയിക്കാവുന്നതാണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് നിതിൻ മധുക്കർ ജാംദാർ സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. അരുണാചൽ പ്രദേശിലെ 3 ജില്ലകളിൽ കൂടി അബ്സ്പ നിയമം നീട്ടി. സംസായ് ജില്ലയുടെ ചില പ്രദേശങ്ങളിൽ അടുത്ത മാസം 1 മുതൽ 6 മാസത്തേക്കാണ് അബ്സ്പ നീട്ടിയത്. ഇത് സംബന്ധിച്ച വിജ്ഞാപനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കി. നാഗാലാൻഡിലെ 8 ജില്ലകളിലും 5 ജില്ലകളിലെ ചില പ്രദേശങ്ങളിലും 6 മാസത്തേക്ക് കൂടി അബ്സ്പ നീട്ടിയിട്ടുണ്ട്. ഒക്ടോബർ 3-ന് UAEയിൽ ആരംഭിക്കുന്ന വനിതാ 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീം ഇന്നലെ ദുബായിൽ എത്തി. ഹർമൻപ്രീത് കൌറിന്റെ നേതൃത്വത്തിലുള്ള ടീമിൽ കേരളത്തിന്റെ അഭിമാന താരങ്ങളായ ആശാ ശോഭനയും സജന സജീവനും ഉണ്ട്. ലോകകപ്പിന് മുന്നോടിയായി ഈ മാസം 29-ന് വെസ്റ്റ് ഇൻഡീസിനെതിരെയും ഒക്ടോബർ 1-ന് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും ഇന്ത്യ സന്നാഹ മത്സരങ്ങൾ കളിക്കും. 4-ന് ന്യൂസിലാൻഡിനെതിരെയാണ് ലോകകപ്പിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം. ബംഗ്ലാദേശിൽ നടക്കേണ്ട ലോകകപ്പാണ് അവിടത്തെ രാഷ്ട്രീയ സാഹചര്യം കാരണം UAEയിലേക്ക് മാറ്റിയത്. ഇന്ത്യ ബംഗ്ലാദേശ് 2ാം ക്രിക്കറ്റ് ടെസ്റ്റിന് നാളെ കാൺപൂരിൽ തുടക്കം. ഗ്രീൻ പാർക്ക് സ്റ്റേഡിയത്തിന്റെ ഗാലറിയുടെ ഒരു ഭാഗം വളരെ അപകടാവസ്ഥയിലാണെന്ന് ഉത്തർപ്രദേശ് പൊതുമരാമത്ത് വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ ഗാലറിയുടെ C സ്റ്റാൻഡിൽ കാണികളെ പ്രവേശിപ്പിക്കില്ല. ചെന്നൈ ടെസ്റ്റിൽ 280 റൺസിന് വിജയിച്ച ഇന്ത്യ 2 മത്സരങ്ങളുള്ള പരമ്പരയിൽ മുന്നിലാണ്. ബാഡ്മിന്റൺ ഇന്ത്യൻ പുരുഷ സിംഗിൾസ് താരം കിഡംബി ശ്രീകാന്തിന് മക്കാവു ഓപ്പൺ ബാഡ്മിന്റൺ ആദ്യ മത്സരത്തിൽ വിജയം. ഇന്നലെ ഇസ്രായേലിന്റെ ഡാനിൽ ദുബോബോങ്കോയെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് അദ്ദേഹം തോൽപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സിയാച്ചിനിൽ സൈനികരുമായി ആശയവിനിമയം നടത്തും. ചെസ് ഒളിമ്പ്യാഡിൽ മികച്ച വിജയം കാഴ്ചവെച്ച ഇന്ത്യൻ സംഘവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ സംവദിച്ചു. സമുദ്ര ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര കരാറിൽ ഐക്യരാഷ്ട്ര പൊതുസഭയിൽ ഇന്ത്യ ഒപ്പുവച്ചു. കേരള ട്രാവൽ മാർട്ടിന്റെ 12ാം പതിപ്പ് ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ യുവാക്കൾക്കിടയിൽ തൊഴിലില്ലായ്മ നിരക്ക് കൂടുതലെന്ന് കേന്ദ്ര സ്ഥിതിവിവര കണക്ക് മന്ത്രാലയം. മഹാരാഷ്ട്രയിൽ കനത്ത മഴയിൽ വൻ നാശനഷ്ടം. മുംബൈയിൽ ചുവപ്പ് ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.